ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1483 ദിവസമായി ഇന്ന് 2025 ജൂൺ മാസം 6 തീയതി വെള്ളിയാഴ്ച. 1200 ആണ്ട് ഇടവമാസം 23 തീയതി. ഗുരുവചനങ്ങളിലൂടെ മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളിൽ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ശ്രീ നാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ 7ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് അനേക സന്ദർഭങ്ങൾ നൽകുന്നതായിരുന്നു അവസാനത്തെ രോഗം. ഒരു രോഗത്തിൻ്റെ ചില അവസ്ഥകളിൽ ചില വൈദ്യശാഖകൾ പ്രയോജനകരമായും ആ രോഗത്തിൻ്റെ തന്നെ മറ്റു ചില അവസ്ഥകളിൽ വേറൊരു സമ്പ്രദായം പ്രയോജനപ്പെടുത്തുന്നതായും അവിടുന്ന് പ്രത്യേകം നിരീക്ഷണം ചെയ്ത് മനസ്സിലാക്കാറുണ്ടായിരുന്നു. അനാരോഗ്യത്താൽ എത്ര വിവശനായിരിക്കുമ്പോഴും രോഗത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ സംഗതികൾ എത്ര ദീർഘമായും സൂക്ഷ്മമായും ചർച്ച ചെയ്യുന്നതിനും ഗുരു ഒരുക്കമായിരുന്നു. ചിലപ്പോൾ പാലക്കാട്ടും അവിടെ നിന്ന് 400 മൈൽ യാത്ര ചെയ്ത് മദ്രാസിലും ഒരു ഡോക്ടറുടെ അടുത്ത് നിന്നും വേറൊരു ഡോക്ടറുടെ അടുത്തേക്കും ഒരു ഭക്തൻ്റെ ആതിഥ്യത്തിൽ നിന്നും വേറൊരു ഭക്തൻ്റെ ആതിഥ്യത്തിലേക്കും ഓരോരുത്തരുടെയും സ്നേഹത്തെ ചൊല്ലി തന്നെ ഏതൊരു കഷ്ടപ്പാടും സഹിക്കുന്നതിന് എമ്പാടും പോരുന്ന കരുണ എപ്പോഴും അവിടുത്തെ കരളു തുളുമ്പി നിന്നിരുന്നു. അവസാനം വർക്കലയ്ക്ക് തന്നെ കൊണ്ടുപോകുവാൻ ഒരു വലിയ സംഘം ഭക്തന്മാർ തീരുമാനിച്ചുറച്ചു വന്നു. പോകുന്ന വഴിക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവിൻ്റെ മാനസികവും ശാരീരികവുമായ അധ്വാനത്തിലെ അവസാന തുള്ളികൾ കൊണ്ട് നനച്ചു വളർത്തിയ അദ്വൈതാശ്രമ സംസ്കൃത സ്കൂളിലെ അധ്യാപകരും അധ്യോതാക്കളും ഗുരുവിനെ ഒരു നോക്ക് കാണുവാനായി കാത്തുനിന്നിരുന്നു. ഭാവിയുടെ ചെപ്പിൽ മറഞ്ഞിരുന്ന അനിവാര്യമായ സംഭവ വികാസങ്ങളോളം മനസ്സ് കടന്നു ചെന്നിട്ടില്ലെങ്കിലും രോഗാർത്തനായ ഗുരുവിനെ ചൊല്ലി അടക്കിയിട്ടും അടക്കാനാകാത്ത മൂകമായ ദുഃഖം ഏവരുടെയും മുഖത്ത് അതിൻ്റെ കരിനിഴൽ വ്യാപിപ്പിച്ചിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.